എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. രണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരു അസാധാരണ അത്ഭുതം. ഒരാളിൽ നിന്ന് ജീവൻ അങ്ങനെ പോകുമ്പോൾ യേശു ക്രിസ്തുവോടുള്ള പ്രാർത്ഥന മുഖാന്തരം ജീവന് മടക്കി ലഭിച്ച ഒരു സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷിബിയർ ഡെങ്കു പനി പിടിച്ച് അതോടൊപ്പം ന്യൂമോണിയ പിടിപെട്ട് ഡോക്ടർമാരുടെ പല നാൾ ചികിത്സ പ്രയോജനമില്ലാതെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോൾ തല തറയിലിട്ടും ജീവൻ പോകുന്ന ആ സമയത്ത് കർത്താവിൻ്റെ ദാസി ഫോണിൽ കൂടി യേശുവേ ജീവനെ മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി ജീവന് മടക്കി നൽകിയ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം. രണ്ടാമത്തെ സാക്ഷ്യം, 2 പെൺമക്കൾ ഇനി ഒരു പ്രസവം വേണ്ടാമെന്ന് ഓപ്പറേഷൻ ചെയ്ത് പ്രസവം മതിയാക്കി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വയറിൽ ഭയങ്കര വേദന, മാരകമായ രോഗമായിരിക്കുമെന്ന് ഇവിടുത്തെ ഉപവാസപ്രാർത്ഥനയിൽ വന്നിരുന്ന് കരഞ്ഞു വിലപിച്ചു. എന്ത് രോഗമാണോ കരഞ്ഞു വിലപിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ മകളുടെ തൻ്റെ ദാസനിൽ കൂടി പേർ വിളിച്ച്, മകളെ, നിന്റെ വയറ്റിൽ രോഗമല്ല ഉള്ളത്, നിന്റെ വയറ്റിലുള്ളത് ഒരു ആൺപൈതലാണ്, അത് ദൈവത്തെ സേവിക്കുന്ന പൈതലാണ്. നീ ചെന്ന് ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുക, ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മിസ്റ്റർ എലിയാസ്, എല്ലാവരും കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ സാക്ഷി പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു അത്ഭുതകരമായ ഒരു വലിയൊരു സാക്ഷിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 40 ദിവസങ്ങളായിട്ട് എലിപ്പനിയാൽ ബാധിക്കപ്പെട്ടവളായിട്ട്, എലിപ്പനി മാത്രമല്ല ന്യൂമോണിയയും ശ്വാസമുട്ടലും ബാധിക്കപ്പെട്ടവളായിട്ട് പല ഡോക്ടർമാരെ പോയി കാണുകയും, ആദ്യം ഞങ്ങൾ കുന്തപ്പുഴയിലെ ഗവൺമെൻറ് സീനിയർ ഡോക്ടറാണ്, അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം മരുന്ന് കുറിച്ച് തരികയും ആ മരുന്ന് പ്രകാരം കൊണ്ടുപോയി മരുന്നുകളെല്ലാം വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അല്പം പോലും കുറവില്ല, അധികരിച്ചു കൊണ്ടേ വരികയായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പനിയാണ്. മനുഷ്യന് അടുക്കാൻ പറ്റത്തില്ല, അടുത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ വയർത്ത് വെള്ളമായിട്ട് ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പനിയും അതോടൊപ്പം വിയർപ്പും വെള്ളം ബക്കറ്റിൽ നിന്ന് എടുത്ത് ഒഴിച്ചതുപോലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇന്ന് വീണ്ടും വേറൊരു ഡോക്ടർ അടുത്ത് പോയി. ആ ഡോക്ടർ വന്നിട്ട് വീണ്ടും ടാബ്ലറ്റ് എഴുതി 45 രൂപ ഒരു ടാബ്ലറ്റിൻ്റെ വില, 450 രൂപയ്ക്ക് 10 ടാബ്ലറ്റ്.
അതോടുകൂടെ പലവിധമായ ടാബ്ലറ്റുകൾ എഴുതി എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ചൂട് പിടിച്ച് മുഖമാകപ്പാടെ കറുത്ത് അകത്ത് ബന്ധു എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടിയില്ലാതെ മരണത്തോട് പോരാടി വീണ്ടും ആദ്യത്തെ ഡോക്ടറുടെ അടുത്ത് വീണ്ടും പോയി. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഈ പനിക്ക് പ്രൈവറ്റായിട്ട് ഗവൺമെന്റ് അയച്ചിരിക്കുകയാണ് ഒരുവിധമായ മെഡിസിൻ. അത് നിങ്ങൾക്ക് ഈ ഇവിടെ തമ്പാനൂരിൻ്റെ അടുത്തിരിക്കുന്ന ആ ആസ്പത്രിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അവിടെ പോയി വാങ്ങിച്ചോളുന്ന ഒരു ലെറ്റർ തന്നു. ആ ലെറ്ററും കൊണ്ടുപോയി ആ മരുന്ന് വാങ്ങിച്ചു. അത് കൊടുത്തു. യാതൊരുവിധമായ കുറവുമില്ലാതെ മരണം പടിവാതിൽക്കൽ വന്ന് മുട്ടുന്ന ഒരു അനുഭവമായി പോയി. എനിക്കെന്ത് ചെയ്യണമെന്നല്ല, അവസാനമായിട്ട് തല ഉരുട്ടാൻ തുടങ്ങി. തല ഉരുട്ടൽ എന്ന് പറയുന്നത് അവസാനത്തെ ഘട്ടമാണ്. കിടക്കുകയാണ്, ഒരു യാതൊരു നിവൃത്തിയുമില്ല. 37 വർഷവും പട്ടാള സർവീസിൽ നിന്ന് അനുഭവിച്ച്, എന്നാൽ ഞാൻ സർവീസ് ചെയ്തവനാണ്. എൻ്റെ കൈകാലുകൾ തളർന്നിട്ടില്ല, എൻ്റെ കൈകാലുകൾ അല്പം പോലും ആടിയിട്ടില്ല, ആരെയും പേടിച്ചിട്ടില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ മരണദൂതന്റെ മുൻപിൽ ആട്ടവും നടുക്കവും കൊടുത്ത് എനിക്ക് നിൽക്കാൻ വയ്യ. അവൾ മരിക്കുന്നതിന് മുൻപ്, എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിച്ചു പോകുമെന്നായി പോയി. ഞാൻ മരിച്ചു പോലെ എൻ്റെ ഭാര്യ ആരാ നോക്കുന്നത്? ആരും ഭവനത്തിലില്ലായിരുന്നു. ഉടൻ തന്നെ ഞാൻ രാത്രി 9:30 മണിയോട് അവസാനമായിട്ട് ഞാൻ കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദാസിയെ ഒന്ന് ഫോണിൽ വിളിച്ചു. ശരിയായിട്ട് 9:30 മണി. അപ്പോൾ ദാസിയോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. എനിക്ക് പറയാൻ പോലും വരുന്നില്ല, നാവ് വരുന്നില്ല. ആത്മാവിൽ നിറഞ്ഞ് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ ഒരു കാര്യം പറഞ്ഞു, ഈ ഫോണിനെ ചെവിയോട് ചേർത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, യാതൊന്നും അറിയാതെ ഒരു ബോധവുമില്ലാതെ തല ഉരുട്ടി മരണത്തോട് മല്ല് വിളിച്ചു കൊണ്ട് കിടക്കുന്നതായി എപ്പോഴും പോവും ജീവനെന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ കിടക്കുന്ന എൻ്റെ ഭാര്യയുടെ ചെവിയിൽ കൊണ്ടുപോയിട്ട് ഈ ഫോൺ അങ്ങനെ വെച്ച് പിടിച്ചു കൊടുത്തു. അവരാത്മാവിൽ നിറഞ്ഞ് കർത്താവ് വിടുവിച്ചിരിക്കുന്നു എന്നവർ അലേറി പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. ഉടൻ തന്നെ ആ തല ഉരുട്ടൽ അപ്പോൾ തന്നെ നിന്നോ. പ്രിയ ദൈവമക്കളെ, അതിശയത്തിലും അതിശയമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും കണ്ടിരിക്കാത്തായ ഒരു ഭയങ്കര വിടുതലാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുടുംബത്തിൽ അനുഭവപ്പെട്ടത്, ദൈവം തന്നത്. ഉടൻ തന്നെ, അതായത് ഉടൻ നല്ല ഓർമ്മ വന്നു, കണ്ണു തുറന്നു, തല ഉരുട്ടൽ നിന്നു. പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ഭയങ്കരമായൊരു ഭാരം, വെയിറ്റ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ മുതൽ സംസാരിക്കാൻ തുടങ്ങി, ബോധം വന്നു. അതുമാത്രമല്ല, ആ വേർത്ത് ഒലിച്ചു കൊണ്ടിരുന്നതായ വെള്ളം പോലുള്ള വേർപ്പ് ഉണങ്ങി വരണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ സെക്കൻഡിൽ തന്നെ പനി എന്ന് പറഞ്ഞത് യാതൊന്നുമില്ല. അപ്പോഴെന്നെ പിടിച്ച് ഓ ഹല്ലേലൂയ, ഞാൻ ടെസ്റ്റ് ചെയ്തു, യാതൊരുമായ പനിയോ ചൂടോ ഇല്ല. എണീറ്റ് കഞ്ഞി ചോദിച്ചു. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം ഒരു അത്ഭുതം ചെയ്ത എൻ്റെ പ്രിയ കർത്താവിനെ, എൻ്റെ പ്രിയ നാഥനെ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഞാൻ 10,000 കോടി സ്തോത്രം. അത് മാത്രമല്ല, ദാസനോ കർത്താവിൻ്റെ ദാസിക്കും എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. മാത്രമല്ല, തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഈ ആരാധന മധ്യേ ഒരു സാക്ഷ്യവുമായി നിൽക്കുവാനായിട്ട് വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു അസാധാരണ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞങ്ങൾക്ക് 2 പെൺമക്കളാണുള്ളത്. അതിനുശേഷം എനിക്ക് പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. എന്നാൽ 3.5 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അതിഭയങ്കരമായ വയറുവേദന ഉണ്ടാവുകയും ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ മറ്റാരോടും പറഞ്ഞിരുന്നില്ല, പറയാൻ എനിക്ക് ഭയമായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിച്ചിരുന്നത്, എനിക്ക് യൂട്രസിനെന്തോ കംപ്ലൈൻ്റ് ആയിരിക്കാം, എന്തോ വലിയ രോഗമായിരിക്കാം. വളരെയധികം ഞാൻ ഭാരപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിച്ചു, ഈ അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടു പോകുമോ, ഈ ലോകത്തോട് തന്നെ വിട പറയുമോ എന്നുള്ള അവസ്ഥ ഞാൻ വീണ്ടും ചിന്തിച്ചു. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്കിനി ആഗ്രഹങ്ങളുണ്ട്, എനിക്കിനി ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള അങ്ങനെയുള്ള പലവിധമായ ആഗ്രഹങ്ങളും
അതിനേക്കാൾ വിഷമങ്ങളുമായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ അവസ്ഥ എൻ്റെ യേശുവിന് മാത്രമേ അറിയാവുകയുണ്ടായിരുന്നുള്ളൂ. വേറെ ആരടുത്ത് പറഞ്ഞാലും ഈ അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റുന്നതല്ലായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പോകുവാനോ ചികിത്സിക്കാനോ ഡോക്ടറെ കാണുവാനോ അതിനും എനിക്ക് വളരെയേറെ ഭയമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ വളരെയധികം ഭാരത്തോടുകൂടിയും വളരെയധികം വേദനയോടുകൂടിയും തന്നെ ഞാനിവിടെ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവപ്പ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരു അത്ഭുതം ചെയ്യുമാറാകണമേ. ഞാൻ ചിന്തിക്കുന്നത് പോലത്തെ രോഗങ്ങളൊന്നും ആയിരിക്കല്ല എൻ്റെ ജീവിതത്തിൽ ആയിരിക്കരുത് എന്ന്. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞാൻ ഈ ആരാധന മധ്യേ ഒരു സാക്ഷ്യമായി നിന്നുകൊള്ളാമെന്ന്. എന്നാൽ എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് പ്രിയ ദേവദാസനോ ദേവദാസിയോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ആരാധന മധ്യേ ദൈവാത്മാവിൽ പ്രിയ ബ്രദർ വിളിച്ചു പറയുകയുണ്ടായി, വയറുവേദനയാൽ ഭാരപ്പെട്ട് കഴിയുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ യേശുവിനെ സേവിക്കുന്ന ഒരു ആൺ തലമുറയെ നൽകി. നിന്റെ വയറ്റിലുള്ളത് രോഗമല്ല, ശരിയാണോ? എൻ്റെ വയറ്റിലുള്ളത് രോഗമല്ല, കട്ടിയല്ല. ഇതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന അവസ്ഥയായിരുന്നു. ഒരു ആൺ തലമുറയെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ടെസ്റ്റ് ചെയ്യുകയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും ചെയ്തു. ആൺ തലമുറ തന്നെയാണ്. രാജാവിനെ മഹത്വപ്പെടുത്താം, യേശുവിനെ സ്തുതിക്കാം. സ്തുതിക്ക് യോഗ്യൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സദാ ജീവിച്ചിരിക്കുന്നവൻ, സത്യ നിത്യ ദൈവം. ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാം. വാ തുറക്കാമോ? വാ തുറക്കാമോ? വാ തുറക്കാമോ? ഹൃദയം തുറക്കാമോ? എല്ലാവരും സ്വർഗം തുറക്കുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാരിലും രാജാ നന്ദി. Let us all thank him. നമുക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കാം. ആരും അലസതയോട് നിൽക്കരുത്. വാ തുറക്കുക. യേശുവിന് നന്ദി അർപ്പിക്കുക, കർത്താവിന് നന്ദി അർപ്പിക്കുക. എല്ലാവരും ഒരുപോലെ നന്ദി രാജാ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. വാ തുറക്കാം. ആരും വാ അടച്ചു നിൽക്കല്ലേ. വാ തുറന്ന് സ്തുതിക്കുക. രാജാ വന്നിട്ടുണ്ട്. യേശു രാജാ വന്നിട്ടുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, എല്ലാരെയും അനുഗ്രഹിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേക തീ നിങ്ങളിൽ എല്ലാവരിലും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ജഡം ചാകട്ടെ. അഭിഷേക തീ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളിൽ ദൈവകൃപ. ആരും ഊമയായി നിൽക്കരുത്. വാ തുറക്കാം. രാജാ വന്നിട്ടുണ്ട്. The king has come. നിങ്ങൾ അനുഗ്രഹിക്കുക. എല്ലാവരും കരങ്ങളെ ഉയർത്തി, കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. റോഡിൽ നിൽക്കുന്നവരും ഈ ശബ്ദ പരിധിക്കകത്ത് നിൽക്കുന്ന എല്ലാവരും ആരാധിക്കുക.
ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ആഹാരം തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അഭിഷേകം പകർന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആയുസ് നീട്ടി തന്നവന് നന്ദി അർപ്പിക്കുക. എല്ലാവരും കൃപ 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 കൃപ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാ തുറക്ക വാ തുറക്ക. വാ അടച്ച് ആര് നിൽക്കരുത്. വാ തുറക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ട്. ബന്ധന കെട്ടുകളൊന്ന് പൊട്ടട്ട്. ബന്ധന കെട്ടുകളൊന്ന് പെട്ടട്ട്. ആരാധിക്കാൻ വിടാതെ ദൈവ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ ഇപ്പോൾ പൊട്ടട്ട്. ഇപ്പോൾ പൊട്ടട്ട്. നന്ദി 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 നന്ദി. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ ദൈവശക്തി കറണ്ട് പോലെ കറണ്ട് പോലെ കറണ്ട് പോലെ നിങ്ങളിൽ 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 എല്ലാവരിലും 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 സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുക. രാജാവിനെ സ്തുതിക്കുക. കൃപയിൽ നിറയുക. ആത്മാവിൽ നിറയുക. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. രാജാ വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ. നിന്നെ അനുഗ്രഹിക്കുവാൻ. എല്ലാരെയും അനുഗ്രഹിക്കുവാൻ. വാ തുറന്നാട്ട്. വാ തുറന്നാട്ട്. വാ തുറന്നാട്ട്. വാ തുറന്നാട്ട്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്ദി 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 നന്ദി. യേശുവേ നന്ദി. കർത്താവേ നന്ദി നന്ദി നന്ദി. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. എല്ലാവരിലും 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 ഇസ്രായേലിൻ സ്തുതിയിൻ മധ്യയിൽ വാസം ചെയ്യുന്ന ദൈവം കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. സത്യവഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാം. സത്യവഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാം. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരും പേടിക്കും. കർത്തൻ എന്റെ കരം ഉയർത്തി കരം ഉയർത്തി കരങ്ങളെ തട്ടി എല്ലാവരും 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 ആരാധിക്കുക ആരാധിക്കുക. ആത്മാവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ. കരങ്ങൾ ഉയരട്ടെ കരങ്ങൾ ഉയരട്ടെ കരങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ. പുതു ശക്തി പുതു ശക്തി പുതു ശക്തി പുതു ശക്തി. തീ 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 തീ. കെട്ടുകൾ പൊട്ടുന്നു കെട്ടുകൾ പൊട്ടുന്നു കെട്ടുകൾ പൊട്ടുന്നു കെട്ടുകൾ പൊട്ടുന്നു. The king has come. The king has come. രാജാവ് വന്നിട്ടുണ്ട്. രാജാവ് വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ. പാപമേറ്റ് സാപ കോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാ. പാപമേറ്റ് സാപ കോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാ.
അധ്വാനിക്കുന്നു ഭാരം വഹിപ്പോൾ യേശുവിന്റെ പാതേ ചേരുക. അധ്വാനിക്കുന്നു ഭാരം വഹിപ്പോൾ യേശുവിന്റെ പാതേ ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു കൃപ അഗ്നി 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 അഗ്നി. Touch and bless everyone. Touch and bless everyone. എല്ലാരെയും സ്പർശിക്കണം, എല്ലാരെയും അനുഗ്രഹിക്കണം, എല്ലാരെയും തൊടണം, എല്ലാരെയും അനുഗ്രഹിക്കണം. രാജാ മുഖം മറയ്ക്കരുത്, മുഖം മറയ്ക്കരുത്, മുഖം മറയ്ക്കരുത്. ഞാൻ അവനെ കാണുന്നു, ഞാൻ അവനെ കാണുന്നു. I see him, I see him, I see him. ഞാൻ കർത്താവിനെ കാണുന്നു. അവന്റെ അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ, നിങ്ങളുടെ ശിരസിൽ, നിങ്ങളുടെ ശിരസിൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാരിലും കട്ടി എറിയുക, കട്ടി എറിയുക, കട്ടി എറിയുക. തൊട്ടതിനായി നന്ദി യേശുവേ. ഞാൻ അങ്ങയുടെ ദാസൻ, ഇവർ അങ്ങയുടെ മക്കൾ. എന്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും പുറപ്പെടുവിക്കരുത്. ദൈവശക്തിയിൽ നിറഞ്ഞ ജീവന്റെ വചനം ദേശത്തെ ജനത്തെ കേൾപ്പിക്കുന്നതിനായി നന്ദി. യേശു സ്വാമി അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഐസയ 43 18 19 വചനങ്ങൾ. ഐസയ 43 18 19 വചനങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Do not remember the former things, nor consider the things of old. God says, behold, I will do a new thing. முந்தினவைகளை நினைக்க வேண்டாம், பூர்வமானவைகளை சிந்திக்க வேண்டாம். இதோ தேவன் சொல்லுகிறார், நான் புதிய காரியத்தை செய்கிறேன். പുതു വർഷത്തിൽ പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. പുതിയ ആണ്ടിൽ പുതിയ കാര്യം തന്റെ ജനത്തിന് ചെയ്യുന്ന ദൈവം. ദൈവം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുത്താണ്ടിൽ കാൽ പതിച്ചിരിക്കുന്ന ദൈവജനമേ, ഒരു പുതിയ അനുഗ്രഹവുമായി ദൈവത്തിന്റെ കൃപ നമ്മെ ചുറ്റും ഇന്ന് ഉണ്ട്. ഇതാ പുതിയതൊന്ന് ഞാൻ ചെയ്യുന്നു. പുതിയ വർഷത്തിൽ ഒരു പുതിയ അനുഗ്രഹം, പുതിയ വർഷത്തിൽ ഒരു പുതിയ ഉയർച്ച, പുതിയ വർഷത്തിൽ ഒരു പുതിയ വിടുതൽ, പുതിയ വർഷത്തിൽ ഒരു പുതിയ സമാധാനം. ഇതാ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജനമേ നിങ്ങൾക്ക് പുതിയതൊന്ന് ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം. യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ശിഷ്യന്മാർ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു,
പഴയ ജോലി അന്വേഷിച്ച് ഗലിലയ കടൽ തീരത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ബൈബിൾ says Jesus Christ lovingly chased them. അവർ സ്നേഹത്തോടെ അവിടെ പുറകിൽ കടന്നുപോയി. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഗലിലയ കടൽ തീരത്തിൽ യേശു പോയി നിന്ന് യേശുവിനെ ഉപേക്ഷിച്ചിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ച ശിഷ്യന്മാരെ ആകർഷിക്കുവാൻ യേശു ഗലിലയ കടൽ തീരത്തിൽ പോയി നിന്ന് യേശുവിനെ ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. ആകയാൽ യേശു അവരെ വിളിച്ച് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടും ശിഷ്യന്മാർ യേശുവിനെ മനസ്സിലാക്കിയില്ല. യേശു അന്വേഷിച്ച് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ അന്വേഷിച്ചിട്ടും യേശുവിനെ അവർ മനസ്സിലാക്കിയില്ല. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യേശു കൽപ്പിക്കുന്നു, put your net in the right hand side. നിങ്ങളുടെ വലതുഭാഗത്തിൽ വല വീശുവിൻ. യേശു കൽപ്പിച്ച് കൽപ്പന അനുസരിച്ചപ്പോൾ അവരുടെ വല നിറച്ച് മീൻ അവർക്ക് ലഭിച്ചു. They saw the miracle. The Bible says God's disciples saw the miracle. അവർ അത്ഭുതം കണ്ട് വല നിറച്ച് മീൻ കണ്ടപ്പോൾ അവരുടെ ഹൃദയം തുറന്ന് നമുക്ക് ഇത്ര ഒരു പുതിയ കാര്യം ലഭിക്കണമെങ്കിൽ, ഒരു അത്ഭുതം ലഭിക്കണമെങ്കിൽ കൽപ്പിച്ചത് ആബ്രഹാമല്ല, കൽപ്പിച്ചത് മറിയമല്ല, കൽപ്പിച്ചത് പ്രവാചകനല്ല, കൽപ്പിച്ചത് ജെറേമിയ അല്ല, കൽപ്പിച്ചത് പുണ്യവാളനല്ല, കൽപ്പിച്ചത് നമ്മുടെ രക്ഷിതാവ് തന്നെ, നമ്മുടെ രക്ഷിതാവ് തന്നെ. ഉടനെ ശിഷ്യൻ നിലവിളിച്ച് അത് കർത്താവാകുന്നു, അത് കർത്താവാകുന്നു. അതേ കർത്താവ് ഗലിലയ കടൽത്തീരത്തിൽ നിന്ന് അതേ യേശു ഈ 1,000,000 പേർ കൂടിയിരിക്കുന്ന കൊച്ചു കൂട്ടായ്മയിൽ യേശു വന്നു നിൽപ്പുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ 100-ൽ പരം അത്ഭുത സാക്ഷ്യങ്ങൾ നാം കേട്ടതാണ്. ഈ ദൈവമക്കൾ പ്രവർത്തിച്ച നല്ല ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ദൈവ പൈതലേ അതേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ഇവിടെ ഉണ്ട്, എൻ്റെ ദൈവം ഇവിടെ ഉണ്ട്. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 9-ാം വചനത്തിലെ ശിഷ്യന്മാർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തീക്കനൽ, യേശു വച്ചിരിക്കുന്ന തീക്കനൽ, അതിന്റെ മുകളിൽ അപ്പമും മീനും അവർ കണ്ട്. തീക്കനൽ ആത്മീയ അനുഗ്രഹം. ഈ പുത്താണ്ടിൽ ദൈവം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹം, അതിന്റെ മുകളിൽ അപ്പവും മീനും ശിഷ്യന്മാർക്ക് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. തീക്കനലും അപ്പമും മീനും, പാപമോചനം, പരിശുദ്ധാത്മാഭിഷേകം, അതാണ് തീക്കനൽ, അപ്പവും മീനും. ഈ മരണത്തിൽ നീ അവസാന ശ്വാസം വിടുന്നത് വരെയിലും നിനക്ക് വേണ്ടിയ സകല കാര്യവും എൻ്റെ ദൈവം ഒരുക്കിയിട്ടുമുണ്ട്. അതാണ് അപ്പവും മീനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്താണ്ടിൽ പുതിയതൊന്നുമായി എൻ്റെ ദൈവം ഇവിടെ നിൽപ്പുണ്ട്. കഷ്ടതയാണോ? കഴിഞ്ഞ ആണ്ട് കഷ്ടതയിലാണോ കഴിഞ്ഞു പോയത്? ദൈവം നിനക്ക് വാഗ്ദത്തം നൽകുന്നു. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഹല്ലേലൂയ. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഇതിന്റെ പോംവഴി എന്താണ്? 1 കൊരിന്ത്യർ 10-13 വചനത്തിൽ കഷ്ടതയുടെ നടുവിൽ, നെടുവീർപ്പിന്റെ നടുവിൽ, കയ്പിന്റെ നടുവിൽ നിലവിളിക്കുന്നുവോ അതിൽ നിന്ന് ജയം കാണുവാനുള്ള പോംവഴി എൻ്റെ ദൈവത്തിന്റെ കരത്തിലുണ്ട്. നീ നിലവിളിക്കരുത്, നീ തളർന്നു പോകരുത്. പ്രിയ ദൈവ പൈതലേ, നീ യേശുവിനെ സ്നേഹിക്കുന്ന ദൈവ പൈതലായാൽ സകല കയ്പിന്റെയും അവസാനം ഒരു നന്മ കർത്താവ് നിനക്ക് കരുതിയിട്ടുണ്ട്. ആകയാൽ നീ തളർന്നു പോകരുത്. പുതിയ വർഷത്തിൽ ദൈവ പൈതലേ, സഹോദര സഹോദരി,
പുതിയത് ഒന്ന് കർത്താവ് നിനക്ക് കരുതിയിട്ടുണ്ട്. പഴയതിനെ നീ ഓർക്കേണ്ട, പുതിയതിനെ ഓർത്ത് ക്രിസ്തുവുമായി മുമ്പിലേക്ക് പോകാ. യേശു ഈ പുത്താണ്ടിൽ തന്റെ ജനത്തിന് കരുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1 സാമുവേൽ 10:9 ശ്രദ്ധിപ്പിൻ. 1 സാമുവേൽ 10:9. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോ സാമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ദൈവം അവന് വേറൊരു ഹൃദയം, പുതിയ ഹൃദയം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് നിങ്ങൾക്കും എനിക്കും കരുതിയ പുതിയ ഒരു കാര്യം, പുതിയ ഹൃദയം. പുതിയ ഹൃദയം. അപ്പന്റെ കഴുത നഷ്ടപ്പെട്ടപ്പോൾ അത് തേടി കണ്ടുപിടിക്കാൻ പുറപ്പെട്ട സൗൽ വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. അവൻ അന്വേഷിച്ചു വന്ന കഴുതയും അവന് ലഭിച്ച് രാജാസ്ഥാനവും ദൈവം നൽകി. അവന് പുതിയ ഹൃദയം ദൈവം നൽകി. എന്തൊക്കെയോ നഷ്ടപ്പെട്ട ആ കൈപ്പിന്റെ അവസ്ഥയിൽ ദൈവസന്നിധി എത്തിയിരിക്കുന്നുവോ, നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായി കർത്താവ് നിനക്ക് മടക്കി തരുകയും ചെയ്യും. നിന്നെ രാജാവാക്കുകയും ചെയ്യും. പുതിയ ഹൃദയം തന്ന് നിന്നെ അയക്കുകയും ചെയ്യും. പുതിയ ഹൃദയം ദൈവം പുതുവർഷത്തിൽ നിങ്ങൾക്കും എനിക്കും തരാൻ പോകുന്നത് പുതിയ ഹൃദയം. പുതിയ ഹൃദയം. ഒരുത്തന്റെ നാക്ക് നേരായിരുന്നാൽ അവൻ നേരായിരിക്കും. യാക്കോബ് ലേഖനം 3:2 നമ്മ പഠിപ്പിക്കുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർണൻ. നാക്ക് തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർണൻ. നാക്ക് എങ്ങനെ തെറ്റാതിരിക്കും? അവന്റെ ഹൃദയം നേരായിരിക്കണം. Out of abundance of heart, the Bible says, out of abundance of heart the mouth speaks. മത്തായി 12:34 പ്രകാരം. ആകയാൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ഹൃദയം അവൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. ആദ്യം വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ജെരേമിയ 17 ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ച് ദൈവാത്മാ വ്യാഖ്യാനിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഒരു മനുഷ്യന്റെ ഹൃദയം കപടം നിറഞ്ഞത്. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് കപട ഹൃദയം. കപട ഹൃദയം. ഒരു മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം നിറഞ്ഞത്. ഇത് എന്താണ് ഈ കപട ഹൃദയം? ഒരു സ്ഥലത്ത് ഒരു ദാരിദ്ര്യവാസി ജീവിച്ചിരുന്നു. ദാരിദ്ര്യവാസിയുടെ വീട്ടിന്റെ നേരെ എതിർവശം ഒരു നല്ല സ്വഭാവമുള്ള സമ്പന്നനായ ഒരു മനുഷ്യൻ പാർത്തിരുന്നു. ദാരിദ്ര്യവാസി എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഇവനെ പോലെ ആക്കണമേ. ഈ ദാരിദ്ര്യവാസിയായ എന്നെ ഇവനെ പോലെ സമ്പന്നനാക്കണമേ. അവനുള്ളതുപോലെ ഒരു ഭാര്യ എനിക്ക് തരണം. അവനുള്ളതുപോലെ മക്കളെ എനിക്ക് തരണം. അവനുള്ള സമ്പത്ത് എനിക്ക് തരണം. അവനുള്ളതുപോലെ വീട് എനിക്ക് തരണം. അവനുള്ളതുപോലെ വാഹനം എനിക്ക് തരണം. എന്നെ അവനെ പോലെ മാറ്റണമേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു നാൾ പ്രാർത്ഥിച്ച്, 2 നാൾ പ്രാർത്ഥിച്ച്, 3 നാൾ പ്രാർത്ഥിച്ച്, 1 വർഷം പ്രാർത്ഥിച്ച്, 10 വർഷം പ്രാർത്ഥിച്ച് കാര്യം ഒന്നും നടക്കുന്നില്ല. അവസാനം നടക്കാതിരുന്നപ്പോൾ ഇവൻ തന്റെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ തുടങ്ങി. ദൈവമേ എന്നെ അവനെ പോലെ ആക്കിയില്ല എങ്കിലും പ്രശ്നമില്ല, ഒരു ചെറിയ പ്രാർത്ഥനയിൽ മാറ്റം. അവനെ എന്നെ പോലെ ദാരിദ്ര്യവാസിയായി മാറ്റണമേ. അതിന്റെ പേരാണ് കപടഹൃദയം. കപടഹൃദയം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. 1 ദിനവൃത്താന്തം 28:9 ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ദൈവം സർവ മനുഷ്യരുടെ ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം സർവ മനുഷ്യരുടെ ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവം.
വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു 20 ആണ്ടുകാലം കഠിന അധ്വാനത്തിന് ശേഷം ദൈവഭക്തൻ യാക്കോബ് തന്റെ ഭവനം നോക്കി വരുമ്പോൾ ദൈവം അവനെ കണ്ടുമുട്ടി. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 27 വചനം നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യാക്കോബിനോട് എന്റെ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? കാരണം ഇവന്റെ യഥാർത്ഥ അവസ്ഥ എന്റെ ദൈവത്തിന് അറിയാം. 20 ആണ്ടുകൾക്ക് മുമ്പ് തന്റെ അപ്പന്റെ വീട് വിട്ട് ഓടുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 19 വചനത്തില് തന്റെ പേരിനു പകരം അപ്പന്റെ അനുഗ്രഹ ഉഭയത്തിൽ തട്ടിപ്പറിക്കുവാൻ അണ്ണന്റെ പേര് പറഞ്ഞ ആസാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിന്റെ പേരെന്താണ്? ഇപ്പോൾ യാക്കോബ് പറയുന്നത് അവന്റെ ഒറിജിനൽ പേരാണ്. ഇപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ മാറിയിട്ടുണ്ട്, ഇവന്റെ കപടത്തിന് മാറിയിട്ടുണ്ട്, ഇവന്റെ മനസ്സ് മാറിയിട്ടുണ്ട്, ഇവന്റെ ഹൃദയം മാറിയിട്ടുണ്ട്. ഒരു ഒറ്റ മനുഷ്യൻ തന്റെ ഹൃദയം മാറ്റിയപ്പോൾ ദൈവം ഒരു ദേശത്തെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. യാക്കോബ് തന്റെ ഹൃദയത്തെ മാറ്റിയപ്പോൾ ദൈവം ഇസ്രായേൽ ദേശത്തെ അനുഗ്രഹിച്ച്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം, കപട ഹൃദയം കർത്താവിന്റെ കരത്തിൽ ഇന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശു സ്വാമി എന്റെ കപട ഹൃദയത്തെ മാറ്റി ഒരു പുട്ടമ്പുട് ഹൃദയം തരണമേ, ഒരു നേരായ ഹൃദയം തരണമേ. ഹൃദയം നേരെയായാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. My brother, change your heart. My brother, change your heart. ഒരു നേരായ ഹൃദയം എനിക്ക് തരണമേ. രണ്ടാമത് സദൃശവാക്യം 6 അധ്യായം 18 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. A heart that devises wicked plan. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. എസെക്കിയേൽ പ്രവാചകൻ ഈ ഹൃദയത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നു. എസെക്കിയേൽ 33-31 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വായ് കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നു, വായ് കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. വായിൽ സ്നേഹം, ഹൃദയത്തിൽ ദുരാഗ്രഹം. ഏറ്റവും നല്ല ഉദാഹരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2 രാജാക്കന്മാർ 5 അധ്യായത്തിലെ അടിമ പെൺകുട്ടി നയമാന് സുവിശേഷം അറിയിച്ച്, നിന്റെ കുഷ്ഠം മാറണമെങ്കിൽ ജെറുസലേം രാജ്യത്തിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ ഒറിജിനൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. നീ അവിടെ ചെന്നാൽ നിന്റെ കുഷ്ഠം മാറിക്കിട്ടും. നയമാൻ എലിശയുടെ മുമ്പിൽ ചെന്ന് എലിശ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷം അവൻ അനുസരിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നയമാനെ തൊട്ട് അവന്റെ ശരീരം ഒരു പുതിയ കുഞ്ഞിന്റെ ശരീരമായി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അതിന് പ്രത്യുപകാരമായി നയമാൻ എലിശയ്ക്ക് ഒരു ഗിഫ്റ്റ് നൽകി. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, എലിശ അത് സ്നേഹത്തോട് നിരസിക്കുന്നു. ഇത് കണ്ടു നിന്ന് കേകശി അവന്റെ ഹൃദയത്തിൽ ദുരുപായം ചിന്തിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 രാജാക്കന്മാർ 5 അധ്യായം 20 വചനത്തിൽ യഹോവയാണ്, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞ്. അതല്ല ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. The Bible says he said to himself, അവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞ്. ഹല്ലേലൂയ.
ഗേഹസി ഞാൻ അല്പമെങ്കിലും വാങ്ങുമെന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞ്, വായിൽ സ്നേഹം, ഹൃദയത്തിൽ ദുരാഗ്രഹം. അതിന്റെ അർത്ഥം അകത്തെ കത്തി, പുറത്തെ ഭക്തി. അതാണ് ദുരാഗ്രഹം നിറഞ്ഞ ഹൃദയം. ആ ഹൃദയം നേരാകട്ടെ. മൂന്നാമത് സടിസവാക്യം 17 അധ്യായം 20 വചനത്തിൽ വക്രത നിറഞ്ഞ ഹൃദയം, വക്രഹൃദയം. വക്രഹൃദയത്തിന് 2 സ്വഭാവങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ സ്വഭാവം സടിസവാക്യം 2 അധ്യായം 13 വചനത്തിൽ നേരായ വഴി വിട്ട് ഇരുട്ടുള്ള വഴി നടക്കുന്നു. വക്രഹൃദയം നേരായ വഴി വിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് ഇരുട്ടുള്ള വഴി നടക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം സർവശക്തൻ. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 14 പ്രകാരം, ജെറേമിയ 32:17 പ്രകാരം, ജെറേമിയ 32:27 വചനത്തിൻ പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ സർവവ്യാപി. സങ്കീർത്തനം 139 7 വചനത്തിൻ പ്രകാരം, 1 യോഹന്നാൻ 3 അധ്യായം 20 വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ സർവജ്ഞാനി. എബ്രായർക്ക് എഴുതിയ ലേഖനം 7 അധ്യായം 20 വചനത്തിൻ പ്രകാരം, അവൻ സദാ ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 4 അധ്യായം 11 നമ്മെ പഠിപ്പിക്കുന്നു, സർവത്തിന്റെ നിർമ്മിതാവ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു. 1-2 പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ദൈവം ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 1 അധ്യായം 22-23 പ്രകാരം ദൈവം നമ്മോട് കൂടെ. അടുത്ത പ്രത്യേകത ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 17 അധ്യായം 8 വചനത്തിൻ പ്രകാരം, സങ്കീർത്തനം 86:10 പ്രകാരം, ഇവൻ തന്നെ കർത്താവ്, ഇവൻ തന്നെ കർത്താവ്, ഇവന് പകരക്കാരൻ വേറെ ഒരുത്തനുമില്ല. അടുത്ത പ്രത്യേകത യോഹന്നാൻ 4 അധ്യായം 24 വചനത്തിൻ പ്രകാരം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, അവൻ നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേൽ. ഇവന് പകരക്കാരൻ വേറെ ഒരുത്തനുമില്ല. ഈ സത്യവചനം കേട്ടിട്ട് ചിലർ മുറുക്ക് ഉണ്ടാക്കുന്നത് പോൽ ദൈവങ്ങളെ ഉണ്ടാക്കി പൂജിക്കുന്നു. നേരായ വഴി വിട്ട് ഇരുട്ടുള്ള വഴി നടക്കുന്നവൻ വക്രഹൃദയൻ. ഹല്ലേലൂയ. 2ാമത്തെ അവസ്ഥ സടിസവാക്യം 2 അധ്യായം 13 വചനം ശ്രദ്ധിക്കാം. സടിസവാക്യം 2:13. അത് നിന്നെ അവർ ഇരുട്ടുള്ള വഴികൾ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും. ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നവൻ വക്രൻ. ഹല്ലേലൂയ. ഉറങ്ങിപ്പോയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നവൻ വക്രഹൃദയം ഉള്ളവൻ. ഒരാൾ വേറൊരാളിനെ മർദ്ദിച്ച് അടിച്ച്, ഒരുത്തൻ അടിച്ച്, 2 പേരും ചെന്ന് സമാധാനപ്രിയനായി തോന്നിക്കുന്ന ഒരാളിനോട് കംപ്ലൈന്റ് പറഞ്ഞു. വെള്ള തൊപ്പി, വെള്ള ടൈ, വെള്ള ജിപ്പ, വെള്ള പാൻറ്, വെള്ള ഷൂ. സമാധാനപ്രിയനെന്ന് തോന്നിക്കുന്ന വിദ്വാനോട് അടിപെട്ടവനും അടികൊടുത്തവനും ചെന്ന് കംപ്ലൈന്റിന് പോയപ്പോൾ അയാൾ വിസ്താരണ നടത്തി. നീയാണോ അടിച്ചത്? നീയാണോ അടികൊണ്ടത്? പെട്ടെന്ന് ചോദിച്ച്, ഒന്നേ കിട്ടിയുള്ളോ? സമാധാനപ്രിയനാണ്. വക്രഹൃദയം, വക്രഹൃദയം. ദോഷത്തിൽ സന്തോഷിക്കുന്നവൻ വക്രഹൃദയൻ. നേരായ വഴി വിട്ട് ഇരുട്ട് വഴി അന്വേഷിക്കുന്നവൻ വക്രഹൃദയൻ. എന്റെ ദൈവമേ, നേരായ ഹൃദയം ഈ
പുത്താണ്ടിൽ എനിക്ക് തരണമേ. ഹല്ലേലൂയ. കഠിന ഹൃദയം മാറ്റി, ദുർവായം ചിന്തിക്കുന്ന ഹൃദയം മാറ്റി, വക്രഹൃദയം മാറ്റി ശൗലിന് കൊടുത്തതുപോലെ യേശു സ്വാമി എനിക്ക് പുടുഹൃദയം തരണമേ. നാലാമത് ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 20-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അഹങ്കാര ഹൃദയം. യേശു കർത്താവിന്റെ ജനനത്തിന് 600 ആണ്ടുകൾക്ക് മുമ്പ് ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തി നെബൂഖദ്നേസർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ബാബിലോണിയൻ തൊങ്കുതോട്ട് നിർമ്മിച്ച് തന്റെ മാളികയിൽ അപ്പർ ചാമ്പറിൽ ഉലവിയ രാജാവ് തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞ്, എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ പണിത ബാബേൽ, it is I who built this ബാബേൽ, ഞാൻ പണിത ബാബേൽ. അഹങ്കാരം, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു തനിക്ക് തന്നെ മഹത്വം ഏറ്റെടുത്ത് ഞാൻ പണിത ബാബേൽ. The Bible says he did not utter. The Bible says the words were in his tongue. അവന്റെ നാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടിയിറങ്ങി ദൈവം അവനെ അടിച്ച്, അഹങ്കാര ഹൃദയന് എന്റെ ദൈവം അടിച്ച്, ഇടാ നിന്റെ രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നീ മൃഗങ്ങളെ പോലെ പുല്ല് തിന്നും. ആ സെക്കൻഡിൽ തന്നെ അവൻ മനുഷ്യരുടെ ഇടം വിട്ട് അവൻ മൃഗത്തോടൊപ്പമായി രാജാവ് അഹങ്കരിച്ചത് മുഖാന്തരം മൃഗത്തോട് കൂടെ പാർത്ത് കാളയെ പോലെ അവൻ പുല്ലിട്ടുന്ന്. നേരെ മറിച്ച് ദാവീദ് രാജാവിന്റെ ജീവിതം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആട്ടിടയനായി ആട്ടുമൃഗങ്ങളോട് കൂടെ പാർത്തവൻ അവൻ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിയപ്പോൾ മൃഗങ്ങളോട് കൂടെ പാർത്തവന് ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തിയപ്പോൾ ഒരേ ഒരു നൈറ്റിൽ എന്റെ ദൈവം ദാവീദിനെ രാജാവാക്കി. അഹങ്കരിച്ച രാജാവിനെ മൃഗമാക്കിയ ദൈവം മൃഗത്തോട് പാർത്ത ദാവീദ് തന്നെ താഴ്ത്തിയപ്പോൾ അവനെ രാജാവാക്കിയ ദൈവം. അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്. യേശു സ്വാമി എന്റെ അഹങ്കാര ഹൃദയം ഒന്ന് മാറ്റി താഴ്മ ഉള്ള ഹൃദയം സ്ഥാപിക്കണമേ. പുത്താണ്ടിൽ അവൻ നിനക്കത് ചെയ്യും. കഠിന ഹൃദയം മാറ്റി നേരായ ഹൃദയം വയ്ക്കും. ദുർവായം ചിന്തിക്കുന്ന ഹൃദയം മാറ്റി നേരായ ഹൃദയം സ്ഥാപിക്കും. വക്ര ഹൃദയം മാറ്റി നേരായ ഹൃദയം നിനക്ക് കർത്താവ് തരും. അഹങ്കാര ഹൃദയം മാറ്റി താഴ്മയുള്ള ഹൃദയം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാമത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 3-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5:3 സാത്താൻ കൈവശമാക്കിയ ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ കൈവശമാക്കിയ ഹൃദയം. സാത്താൻ കൈവശമാക്കിയ ഹൃദയത്തിന് 2 പ്രത്യേകതകൾ ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ ഹൃദയം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കും. പരിശുദ്ധ ആത്മാവിനോട് വ്യാജം കാണിക്കുന്ന ഹൃദയം ദൈവം കൈവശമാക്കിയ ഹൃദയമല്ല, അത് സാത്താൻ കൈവശമാക്കിയ ഹൃദയം. ഈ ഹൃദയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, this heart shall rob what is due to God. ദൈവത്തിന് അർപ്പിക്കേണ്ട കാര്യങ്ങൾ ഈ ഹൃദയം മോഷ്ടിക്കും. ദൈവ വേലയ്ക്ക് ചെലവാക്കുകയില്ല, 5 കാശ് നീട്ടുകയില്ല. അതിന് എതിരായി വാദിക്കുന്ന ഹൃദയം സാത്താൻ കൈവശമാക്കിയ ഹൃദയം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ്
കർത്താവ് നിങ്ങളെ അധികം സ്നേഹിക്കുന്നു. നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സടിസവാക്യം 23-ാം അധ്യായം 26-ാം വചനത്തിൻ പ്രകാരം, എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ മകളെ, എന്റെ മകനെ, നിന്റെ വക്ര ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിനെ നേരെയാക്കും. എന്റെ മകളെ, എന്റെ മകനെ, നിന്റെ കപട ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിനെ നേരെയാക്കും. എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ ദുരാഗ്രഹം ചിന്തിക്കുന്ന ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിനെ നേരെയാക്കും. എന്റെ മകനെ, എന്റെ മകളെ, സാത്താൻ കൈവശമാക്കി നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിനെ നേരെയാക്കും. എങ്ങനെ നേരെയാക്കും? റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനത്തിൽ, നിന്റെ ഹൃദയത്തിൽ നിറച്ച് ദൈവാത്മാവിനെ നിറയ്ക്കും. Your heart shall be full of Holy Spirit. നിന്റെ ഹൃദയം ആത്മാവിനാൽ നിറയുമ്പോൾ ആ നിറവ് നിനക്കുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 7:37 നിറഞ്ഞ ഹൃദയം അത് ഒഴുകാൻ തുടങ്ങും. ഒഴുകുന്നത് മറ്റവർക്കുള്ളതാണ്. സ്തോത്രം. സാത്താൻ കൈവശമാക്കിയിരിക്കുന്ന നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒഴിഞ്ഞെടുത്ത് യേശുവിന്റെ കരത്തിൽ കൊടുക്കുക. കവിഞ്ഞു ഒഴുകുവോളം ദൈവാത്മാവിനാൽ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് താല്പര്യമുണ്ട്. 8-ാമത്തെ മർമ്മം, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാം വചനത്തിലെ പ്രവാചകൻ മോശെ ഫറവോന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് ദൈവത്തിന്റെ കൽപ്പന അവനെ അറിയിച്ച്, എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ മരുഭൂമിയിൽ വിട്ടയക്കുക, എന്നെ ആരാധിക്കുവാൻ, സർവശക്തനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ജനത്തെ ഫറവോനോട് മോശെ പറയുന്നു, ദൈവജനത്തെ മരുഭൂമിയിൽ വിട്ടയക്കുക. ഉടൻ തന്നെ ഫറവോന്റെ ചോദ്യം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവനാർ, ആ ദൈവമാർ കഠിന ഹൃദയം, കഠിന ഹൃദയം, കഠിന ഹൃദയം സുവിശേഷത്തിനോട് എതിർത്ത് നിൽക്കും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സുവിശേഷത്തോട് എതിർത്ത് നിൽക്കരുത്, സർവശക്തനോട് എതിർത്ത് നിൽക്കരുത്. മിച്ചം കിട്ടുകയില്ല, മിച്ചം കിട്ടുകയില്ല. കഠിന ഹൃദയം സുവിശേഷത്തോട് എതിർത്ത് നിൽക്കും. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ധനവാൻ നരകത്തിലേക്ക് പോയി, യാതന സ്ഥലത്തിലേക്ക് പോയി. ലാസറോ ദൈവദൂതൻ അവനെ സ്വർഗത്തിലേക്ക്, ആബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ നരകത്തിലേക്ക് പോയതിന്റെ കാരണം അവൻ സമ്പന്നനായിരുന്നു അതല്ല, അതിനൊരു കാരണമുണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 27-28 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇവന്റെ അപ്പന്റെ വീട്ടിൽ സുവിശേഷം മത്സരിക്കുന്ന, സുവിശേഷം കേട്ട് അനുസരിക്കാതെ, സുവിശേഷം കേൾക്കുവാനേ മനസ്സില്ലാത്ത 5 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവനും അതിന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ദൈവം സന്ദർഭം നൽകിയിട്ടും സുവിശേഷം കേൾക്കുവാൻ താല്പര്യപ്പെട്ടില്ല. അവന് ദൈവം നരകത്തിലേക്ക് തള്ളി. കഠിന ഹൃദയം സുവിശേഷത്തിന്റെ മുമ്പിൽ കാണിക്കരുത്. പ്രിയമുള്ളവരെ, ഒരു 5-6 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം മലേഷ്യ രാജ്യത്തിൽ ക്ലാങ് എന്നുള്ള ടൗണിൽ തമിഴ് മെത്തഡിസ്റ്റ് ചർച്ചിൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ കുടുംബമായി കൊണ്ടുപോയി. വൈകുന്നേരം സമയങ്ങളിൽ യോഗം, പകൽ സമയത്തിൽ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ ഞങ്ങളെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. അയാൾക്ക് കണ്ണ് കണ്ടുകൂടാ, കുരുടനാണ്. അയാൾക്ക് വേണ്ടി ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത്, ആ പ്രാർത്ഥന പറയുമ്പോൾ പകുതി വഴിയിൽ വെച്ച് കുരുടൻ നിർത്തി. പകുതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് ഇങ്ങോട്ടൊരു ചോദ്യം,
സുന്ദർ സിംഗ്, നിങ്ങൾ മതം മാറ്റുന്ന ആളാണോ? കുരുടനാണ്. ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തതേ ഉള്ളു. യേശുവിനെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുത്തതേ ഉള്ളു. ഇങ്ങോട്ടൊരു ചോദ്യം, നിങ്ങൾ മതം മാറ്റുന്ന ആളാണോ? അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവന്റെ കണ്ണ് മാത്രമല്ല കുരുട്, ഹൃദയവും കുരുടാണ്. ഹൃദയവും കുരുടാണ്. കഠിന ഹൃദയം എന്റെ ദൈവമേ എനിക്ക് നേരെയാക്കി തരണമേ. സുവിശേഷം ആർ എതിരായി നിൽക്കുന്നുവോ അവൻ കഠിന ഹൃദയമുള്ളവൻ. ഒരു സ്ഥലത്തിൽ, ഒരു സഭയിൽ ഒരു പുതിയ പാസ്റ്റർ വന്ന് ചാർജ് എടുത്ത് ഞായറാഴ്ച ആരാധനയിൽ പുൽപിറ്റിൽ നിന്നപ്പോൾ അഭിഷക്തനായ പാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി. ദിസ് ചർച്ച് ഈസ് എ ഡെഡ് ചർച്ച്. ഇത് ചെത്ത സഭയാണ്. ഒരുത്തനിൽ പോലും ജീവനില്ല, ഒരുത്തനിൽ പോലും യേശുവിന്റെ സാന്നിധ്യമില്ല. ദൈവസന്നിധിയിൽ കരഞ്ഞ് പിറ്റേ ആഴ്ചയിൽ ഒരു നാൾ അനൗൺസ് ചെയ്ത് നമുക്കൊരു ഉപവാസ പ്രാർത്ഥന പള്ളിയിൽ വയ്ക്കണം. ഈ ആത്മീയ അവസ്ഥ പോരാ, ഞാൻ ദൈവസന്നിധിയിൽ വ്രതമെടുക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കും. നിങ്ങൾ എല്ലാവരും ആത്മാവിൽ നിറയണം, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, നിങ്ങൾ എല്ലാവരിലും 9 കൃപാവരങ്ങളും ഒഴുകണം. അങ്ങനെ ഒരു സഭ ഞാൻ സ്വപ്നം കാണുന്നു. ഉപവാസ ദിനത്തിന്റെ ദിവസം നിശ്ചയിച്ച് പാസ്റ്റർ വചനദൂതുമായി പുൽപിറ്റിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങി. സ്വർഗം തുറന്ന് അഭിഷേക തീ കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി. പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം കാരുണ്യത്താൽ അഭിഷേക തീയാൽ നിറച്ച് എല്ലാ പേരും അന്യഭാഷയിൽ സംസാരിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. അഗ്നി അഭിഷേകം എല്ലാവരിലും നിറഞ്ഞ് സ്വർഗം സന്തോഷിച്ച് കൂട്ടം കഴിഞ്ഞ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഭഗീരഥിക്ക് കംപ്ലൈന്റ്. അച്ഛൻ്റെ മിഷൻ വീട്ടിൽ വന്നു പറഞ്ഞ്, അച്ഛാ ഇവിടെ പല പാസ്റ്റർമാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരെല്ലാവരും ഇവിടെ ആരാധന നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒച്ചയുടെ ആവശ്യമുണ്ടോ? പാസ്റ്റർ മറുപടി പറഞ്ഞില്ല. കാരണം മിനിസ്ട്രി എന്റേതല്ല, അത് സ്വർഗത്തിന്റെ മിനിസ്ട്രിയാണ്. പാസ്റ്റർ ഒരു അക്ഷരം മിണ്ടിയില്ല, തന്റെ പ്രാർത്ഥന സ്ഥലത്തിൽ കടന്നുപോയി. പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിഞ്ഞില്ല, ഭഗീരഥയുടെ വീട്ടിൽ നിന്ന് ഒരു ഭയങ്കര നിലവിളി. അയ്യോ ഓടി വരണമേ, അയ്യോ ഓടി വരണമേ. ഇവിടത്തെ പ്രാർത്ഥനയേക്കാൾ 10 ഇരട്ടി ശബ്ദത്തിൽ ഭഗീരഥി നിലവിളിക്കാൻ തുടങ്ങി. മന്ത്രി ഓടി വന്ന്, MLA ഓടി വന്ന്, നാട്ടിലുള്ളവർ ഓടി വന്ന്, അർദ്ധരാത്രിയിൽ എന്തു പറ്റി? ഭഗീരഥിയുടെ ഏകമകൾ കിണറ്റിൽ ചാടി. ഭഗീരഥി നിലവിളിച്ച്. അച്ഛൻ ചോദിച്ച്, വെറും 25 അടി ആഴമുള്ള ഈ കിണറ്റിൽ നിന്റെ പൊന്നു മോള് ചാടിയപ്പോൾ ഇത്ര നിലവിളിച്ചെങ്കിൽ നരകത്തിന്റെ ആഴം നിനക്ക് അറിയാമോ ഭഗീരഥി? വെളിപ്പാട് പുസ്തകം 19:20 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് പൊയ്കയാണ്, അത് പൊയ്കയാണ്. ഈ കിണറ്റിനേക്കാൾ 100,000 കോടി താഴ്ച ഉള്ളതാണ് നരകം. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എത്ര അധികം നാം നിലവിളിക്കണം. പാസ്റ്ററുടെ പ്രബോധനം ഭഗീരഥയെ തൊട്ട് അടുത്ത ഞായറാഴ്ച ബെഞ്ചിൽ ആദ്യ സ്ത്രീയായി വന്നിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ഭഗീരഥി ഹൃദയം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് കണ്ട് പാസ്റ്റർ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. കഠിന ഹൃദയം മാറട്ടെ. ലഭിച്ച സന്ദർഭം നിരസിച്ച് അഹങ്കാര മുഖാന്തരം സുവിശേഷം തട്ടിക്കളഞ്ഞ് വ്യക്തികളുടെ കഠിന ഹൃദയങ്ങൾ ഇപ്പോൾ കർത്താവ് തിറക്കുന്നു, ഇപ്പോൾ കർത്താവ് തിറക്കുന്നു. കഠിന ഹൃദയം നേരെയാകട്ടെ, കഠിന ഹൃദയം നേരെയാകട്ടെ. വാ തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ കഠിന ഹൃദയത്തോട് വ്യക്തികൾ ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഇപ്പോൾ തൊടുന്ന സമയമാണ്, തൊടുന്ന സമയമാണ്.
നിങ്ങൾക്കൊരു സ്വച്ഛത നൽകാതെ നിങ്ങളുടെ കുടുംബത്തിലുള്ള സുവിശേഷ വിരോധികളെ യേശു തൊടുന്ന സമയമാണ്. കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഭിഷേകത്തിൽ നിറയുക, പുതു ശക്തിയിൽ നിറയുക. കഠിന ഹൃദയം തുറക്കപ്പെടുന്നു, കഠിന ഹൃദയം തുറക്കപ്പെടുന്നു, കഠിന ഹൃദയം ഇപ്പോൾ തുറക്കപ്പെടുന്നു, ഇപ്പോൾ തുറക്കപ്പെടുന്നു. കഠിന ഹൃദയം നേരെയാകട്ടെ. വാട്ടറക്കാം, 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 വാട്ടറക്കാം. നിങ്ങളുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെടാതെ ചില വ്യക്തികൾക്കായി നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ? ആ വ്യക്തികളെ കർത്താവിന്റെ രക്ഷയുടെ ശക്തി ഇപ്പോൾ തൊടുന്നു, ഇപ്പോൾ തൊടുന്നു, ഇപ്പോൾ തൊടുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാട്ടറക്കാം, വാട്ടറക്കാം, വാട്ടറക്കാം. എല്ലാവരും, 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 എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. വാൾ തുറന്ന് ആരാധിക്കുക, വാൾ തുറന്ന് ആരാധിക്കുക, ഹൃദയം തുറന്ന് ആരാധിക്കുക. ടി 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 ടി. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. വ്യക്തികളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ ധീര സാക്ഷികൾ എഴുന്നേൽക്കട്ടെ. കരമുയർത്തി നിലവിളിക്കുക. അപ്പാ, എന്റെ ഭർത്താവിനെ രക്ഷിക്കണമേ, എന്റെ ഭാര്യയെ രക്ഷിക്കണമേ, എന്റെ വീട്ടിലുള്ളവരെ രക്ഷിക്കണമേ. സുവിശേഷ വിരോധികളെ കർത്താവിട തുടർന്ന്, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാൻ മനസ്സിലാതെ മത്സരികളെ കർത്താവിട തുടർന്ന്. ടി 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 ടി. അഭിഷേക ടി. നന്ദി, 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 നന്ദി. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. അത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ള തുള്ളുന്നേ. അത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ എത്ര നല്ലവൻ, എന്നും എന്നും കൂടെ ഉള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ എത്ര നല്ലവൻ, എന്നും എന്നും കൂടെ ഉള്ളവൻ. യേശു മാറാ. കരം ഉയരട്ടെ. ഉയർത്തിയ കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞു പാടുക, ആത്മാവിൽ നിറഞ്ഞു പാടുക. പവർ, 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 പവർ. ടി 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 ടി. അഭിഷേക ടി, അഭിഷേക ടി, അഭിഷേക ടി. ദൈവമേ, എന്റെ രാജ്യത്തെ രക്ഷിക്കണമേ, എന്റെ പട്ടണത്തെ രക്ഷിക്കണമേ, എന്റെ ഭവനത്തെ രക്ഷിക്കണമേ. സുവിശേഷം കേൾക്കുവാൻ മനസ്സില്ലാത്ത കഠിന ഹൃദയമുള്ള എന്റെ സഹോദരങ്ങളെ രക്ഷിക്കണമേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. പവർ, ഗാഡ്സ് പവർ, ഗാഡ്സ് പവർ. രക്ഷയുടെ ശക്തി, രക്ഷയുടെ ശക്തി നിങ്ങളിൽ, 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 എല്ലാവരിലും, എല്ലാവരിലും, എല്ലാവരിലും. ഇപ്പോൾ, 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 ഇപ്പോൾ വ്യക്തികളെ തൊടുന്നു, വ്യക്തികളെ തൊടുന്നു. കഠിന ഹൃദയം നേരെയാകുന്നു, കഠിന ഹൃദയം നേരെയാകുന്നു. നന്ദി, നന്ദി. ടി 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 ടി. അഭിഷേക ടി. ആത്മാവിൽ നിറയുക. ഹല്ലേലൂയ.